ഇവിടെ കണ്ട പല അമ്മമാരും അവർ പറഞ്ഞു അവരിവിടെ സ്റ്റേ ചെയ്യാണ് കുട്ടിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഇവിടെ വന്നിട്ട് കുട്ടിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ അമ്മയ്ക്ക് എങ്ങനെ ഈ കുട്ടിയുടെ ജീവിതത്തിൽ സമർത്ഥമായിട്ട് ഇടപെടാം? അതിനെന്തെങ്കിലും ഷോർട്ട് ടേം കോഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ വരുന്നവർ ഈ കേരളത്തിലുള്ള മലബാറിലുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. അവർ ചെയ്യുന്നത് ഈ ഇവിടെ വന്ന് ഈ പറഞ്ഞ ജോലിയും ലീവോ അല്ലെങ്കിൽ രാജിവെച്ചോ വന്നിട്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വീടെടുത്ത് താമസിക്കുകയാണ്. ശരിക്കും അവരുടെ അതാണ് നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ചല്ലോ, അവരുടെ ജീവിതം ഇതിനായിട്ട് ഒഴിഞ്ഞു വെക്കണമെന്ന് പറയുന്ന രീതിയിൽ ചെയ്താലേ ഒക്കുള്ളൂ. എന്ന് വെച്ചാൽ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും മാതാവോ പിതാവോ ആരെങ്കിലും കൂടെ വരണം. ഇവിടെ വരുന്ന ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ ഇത് ചെയ്തിട്ടുള്ള അതിന് പിക്ചറും അതും ഇത് വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണത്. അപ്പോൾ അതിലൂടെ അവരെ കൊണ്ട് പറയിപ്പിക്കുകയും കളിപ്പിക്കുകയും എല്ലാം ഉണ്ട്. അത് ഈ മാതാവോ അല്ലെങ്കിൽ പിതാവോ ഇത് കണ്ടിട്ട് വീട്ടിൽ പോയി അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ്. തുടക്കത്തിൽ നമ്മൾ ചിലപ്പോൾ കൊച്ചുകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറോ ചെയ്തിട്ട് അവസാനം അത് ഫുൾ ടൈം ആകും. ഈ ഫുൾ ടൈം ആയിട്ട് ഏകദേശം 3 വർഷമോ 4 വർഷമോ അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ കുട്ടിക്ക് എന്തുമാത്രം റെസിഡ്യൂവൽ ഹിയറിംഗ് ഉണ്ട്, പിന്നെ IQ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധിയുള്ള കുട്ടികൾ വളരെയധികം നന്നായിട്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മാതാപിതാക്കളുടെ ആ ഒരു ഡെഡിക്കേഷൻ എന്തുമാത്രമുണ്ട്. അങ്ങനെയൊക്കെ എല്ലാത്തിനെയും ആശ്രയിച്ചാണ് ആ ഒരു കുട്ടി എവിടെ എത്തുമെന്നുള്ളത്, അല്ലെങ്കിൽ എത്ര ഇയേഴ്സ് ഇവിടെ പഠിക്കണമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ അറ്റൻഷൻ ഈ കുട്ടിക്ക് കൊടുത്താലേ അവരുടെ ആ ഡിസബിലിറ്റിയെ ഓവർകം ചെയ്ത് അവർക്ക് വരാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളിവിടെ ഒരു ടീച്ചർക്ക് 4 കുട്ടികളേ ഉള്ളൂ ഒരു ക്ലാസ് റൂമിൽ. നമ്മൾ 40 കുട്ടികളെ വെച്ച് ഒരു ടീച്ചർ ചിലപ്പോൾ സാധാരണ ഇതിൽ ക്ലാസ് എടുക്കും. അപ്പോൾ ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് പ്രീ സ്കൂൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ ആ സ്പെഷ്യൽ സ്കൂളിലല്ലല്ലോ, സാധാരണ കുട്ടികളുടെ കൂടെ സാധാരണ രീതിയിലല്ലേ പഠിക്കുന്നത്. അവർക്ക് എത്ര വേണേൽ പഠിച്ചുയരുകയും ചെയ്യും. അതൊന്ന് വിശദീകരിക്കാമോ? പ്രീ സ്കൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഇവിടുത്തെ ട്രെയിനിങ്ങിന് ശേഷം അവർ പോകുന്നത് സാധാരണ സ്കൂളിലാണ്. അത് പറ്റാത്ത കുട്ടികൾക്ക് മാത്രമേ നമ്മൾ പറയുള്ളൂ ഇവൻ ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല, അതുകൊണ്ട് അവിടെ പോയാലും ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുള്ളൂ. ഞങ്ങളുടെ ഹോൾ പ്രോഗ്രാം ഇതിനെ ടാർഗറ്റ് ചെയ്താൽ ഇപ്പോൾ ഓവർ ദ ഇയേഴ്സ് ഞാൻ പറയാം ഏതാണ്ട് ഒരു 75 കുട്ടികൾ ഞങ്ങളുടെ സാധാരണ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഒരു കുട്ടി ഇപ്പോൾ SSLC ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി, ഇവിടെ നിന്ന് പോയ കുട്ടിയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ചെയ്യാം എന്നൊക്കെ. അപ്പോൾ ചിലരെങ്കിലും അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസ് എങ്ങനെയാണ് ഇവിടെ വരാനുള്ള ഒരു പ്രോസസ്സ് എന്താ? അത് ഇവിടെ ഇപ്പോൾ ടെസ്റ്റിങ്ങിനാണെങ്കിൽ ബൈ ഫോൺ അപ്പോയിൻമെൻറ്റ് എടുക്കണം. ഇവിടെ പ്രശ്നമാണെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അവർ വിശദമായിട്ട് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ കൊച്ചുകുട്ടിയാണെങ്കിൽ നമ്മൾ പറയും പ്രീ സ്കൂളിൽ ചേരണതാണ് അഡ്വൈസബിൾ എന്ന് പറയും. മറ്റുള്ളവർക്ക് നമ്മൾ ഹിയറിംഗ് എയ്ഡ് കൊടുക്കും. ഇപ്പോൾ പ്രായമായവർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രായമായവർക്കൊക്കെ ബധിരത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് കൊടുത്ത് വളരെ നോർമലാക്കി വിടാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്യണത് ഇതേ ഒരു സ്കീമാണ്, പ്രീ സ്കൂളിൽ ചേരാനേ നമ്മൾ പറയുള്ളൂ. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇവിടെ ഒരു ക്ലാസ്സിൽ 4 കുട്ടികളേ ഉള്ളൂ എന്ന്. അപ്പോൾ അതുപോലെ നല്ല കെയറാണ്, എല്ലാം നല്ല ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീസ്, നമ്മുടെ ഒരു ചിലവ് അതൊക്കെ എത്രയാണ്? നമ്മളിപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്, ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്രീ സ്കൂളൊന്നും നടത്താൻ പറ്റില്ല. പിന്നെ ചാർജ് എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ സർവീസിനും 3 കാറ്റഗറി ഉണ്ട്. അതായത് ഒരു മന്ത്ലി ഇൻകം ഒരു 5000 രൂപയിൽ താഴെയാണെങ്കിൽ അവരുടെ നിന്ന് നമ്മളൊരു ഫീസും വാങ്ങിക്കില്ല, ടെസ്റ്റിങ്ങിനും വാങ്ങിക്കില്ല, പ്രീ സ്കൂളിനും ഇല്ല. പിന്നെ അതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു നോമുണ്ട്. 5000 to 10,000 ആണെങ്കിൽ അവർ ആക്ച്വൽ റേറ്റിൻ്റെ പകുതി ചാർജ് ചെയ്യുക, 10,000 മുകളിലാണെങ്കിൽ ഫുൾ റേറ്റ് ചാർജ് ചെയ്യുക. ഫുൾ റേറ്റ് ആണേലും ഇപ്പോൾ ഒരു ടെസ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വെളിയിലുള്ള ടെസ്റ്റിന് ചാർജ് ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും. ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് ഡോക്ടർ ഒന്ന് സൂചിപ്പിച്ചു നിഷ്, ഇപ്പോൾ ഇതുപോലെ ഒരു പ്രീ ഡിറ്റക്ഷൻ ആ ഒരു മാത്രമല്ല വേറെ ധാരാളം പ്രവർത്തനം ഉണ്ടെന്ന്. ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ എല്ലാ തരത്തിലുള്ള ഈ ബധിരതയുടെ പുനരധിവാസത്തിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. പലയിടത്തും ഇല്ലാത്ത സംഗതികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് നമ്മൾ അതിൻ്റെ ടെസ്റ്റിങ്ങിനുള്ള ഫെസിലിറ്റിയാണ്. അത് ഇപ്പോൾ ഒരു ഇന്ത്യയിലെ ഏത് സ്ഥാപനത്തെയും കിടപിടിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ, എക്യുപ്മെൻ്റ് ഉണ്ട്, അതിനുള്ള പേഴ്സണലുണ്ട്. അപ്പോൾ ടെസ്റ്റിങ്ങിൻ്റെ ആ രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഹ്യൂമൻ റിസോഴ്സാണ്. അതായത് ഈ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്ന ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പാതോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം ഡിഗ്രി പ്രോഗ്രാമാണ്. അത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഭയങ്കര ഷോർട്ടേജ് ഉള്ളൊരു മേഖലയാണത്. വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുണ്ട് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾ നടത്തുന്നത്. അപ്പം നിഷിൽ അതിൻ്റെ ഡിഗ്രി കോഴ്സും ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സും ഉണ്ട്. അപ്പോൾ അതിന് അഡ്മിഷൻ കിട്ടാൻ എങ്ങനെയാണ്? അതിൻ്റെ ഒരു അഡ്മിഷൻ എല്ലാം കേരള യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്.
അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടാണ് നമ്മളത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അഡ്മിഷൻ ഡേറ്റിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യും. പിന്നെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്, മാർക്കിനെ ഇൻഡെക്സ് ചെയ്ത് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള അഡ്മിഷനൊക്കെ ആയിട്ടാണ് അത് പോകുന്നത്. പിന്നെ അതുകൂടാതെ നേരത്തെ പറഞ്ഞ ഈ പ്രീ സ്കൂൾ എന്ന് പറയുന്ന ആ ടീച്ചേഴ്സിനുള്ള ക്വാളിഫിക്കേഷനായിട്ട് ഒരു ഡിപ്ലോമ പ്രോഗ്രാമുണ്ട്. ഇതും RCI എന്നും പറഞ്ഞ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം വേണം. അപ്പോൾ അവരുടെ അംഗീകാരത്തോടുകൂടി നടത്തുന്നതാണ്. അത് വളരെ നല്ലൊരു കോഴ്സാണ്. ഒരു 1 ഇയർ കൊണ്ട് ഈ ടീച്ചർ ആകാനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടും. വളരെ പ്രധാനമായിട്ട് പറയാവുന്ന വേറെ എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ സ്കൂളിൽ കൂടെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക്, നേരത്തെ അതല്ലേ നിലവിലുണ്ടായിരുന്നു കൂടുതലായിട്ട്, അവർക്കിപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നോക്കിക്കഴിഞ്ഞാൽ +2 വരെയുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞ വർഷം മുതൽ BSc കമ്പ്യൂട്ടർ സയൻസ് HI ബ്രാക്കറ്റിൽ വരും, സ്പെഷ്യലാണത്. അതുപോലെ ഫൈൻ ആർട്സ്, ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്, ഈ 2 കോഴ്സ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവർക്കായിട്ട് തുടങ്ങി. ഇത് ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും തുടങ്ങിയതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഡോക്ടർ ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ട് സർക്കാർ ഒക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, ധാരാളം ഇവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇത് വളരേണ്ടതുണ്ട്, ധാരാളം ആവശ്യങ്ങളുണ്ട്. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെയാണ് നിഷിൻ്റെ ആവശ്യങ്ങൾ, ഡോക്ടറുടെ ഒരു വിഷൻ എൻ്റെ വിഷൻ ഞാൻ പറയാം. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ തരത്തിലും സെൽഫ് സഫീഷ്യൻ്റ് ആകണം. എന്നുവെച്ചാൽ ഫിനാൻഷ്യലായിട്ട് സ്റ്റേബിൾ ആകണം. എങ്കിലേ മാത്രമേ നമുക്ക് അങ്ങോട്ട് ഒന്ന് ഉയർച്ചയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു കെട്ടിടം പണിയണമെങ്കിൽ കെട്ടിടത്തിനുള്ള ഫണ്ട് വേണം. അപ്പോൾ അതൊക്കെ ലിബറലായിട്ട് വരാനുള്ള ഒരു സംവിധാനം വേണം. അത് ഒരുപാട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്പോൺസേഴ്സിനെ അത് ഇത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള രീതിയിൽ വരുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു 10 ഏക്കർ സ്ഥലമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു വലിയ കെട്ടിടമാണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത്. ഇനി ഒരു 4-5 കെട്ടിടങ്ങൾ വരണം. ഹോസ്റ്റൽ വന്നിട്ടില്ല, പേരൻസിന് ഹോസ്റ്റൽ വരണമെന്ന് പറഞ്ഞ് വലിയ ഡിമാൻഡുണ്ട്. എന്നുവെച്ചാൽ അവർ വെളിയിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അവർ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഈ കുട്ടിക്ക് വേണ്ടി താമസിക്കുന്നത്. അപ്പോൾ അതൊരു നമ്മുടെ വലിയ ആഗ്രഹമാണ് പേരൻസിൻ്റെ ഹോസ്റ്റൽ. കുട്ടികൾക്ക് കളിസ്ഥലം വേണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡോക്ടർ ഇടയ്ക്ക് പറയുണ്ടായി നിഷ് എന്ന് പറയുന്നത് ബധിരതയ്ക്കെതിരെ സമഗ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ പലരും കൊടുക്കുന്നുണ്ടാവും, ആ കൊച്ചുകുട്ടികളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞങ്ങളിതാ ബധിരതയായിട്ടുണ്ടെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു 50 ബധിരത വരുന്നവർക്ക് വേണ്ടി എന്താ നിഷിൽ എന്തായാലും ഉള്ളു? ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡ് വന്നതിന് ശേഷം ഒരാൾക്ക് പറ്റിയ രീതിയിൽ യോജിച്ച രീതിയിലുള്ള ഒരു ഹിയറിംഗ് എയ്ഡ് പറഞ്ഞാൽ അയാൾ ബിക്കം ഓൾമോസ്റ്റ് നോർമൽ ഹിയറിംഗ് ആവും. കുട്ടികളുടെ പോലെയല്ല, അത് പോസിബിളാണിപ്പോൾ. അപ്പോൾ അവരെന്തിനാണ് വിഷമിക്കുന്നത്? അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇതിനെ സഹായിക്കാനുള്ള റെഡിയാണ്. ഇപ്പം ഡോക്ടർ ആദ്യം മുതൽ പറയുണ്ടായി 3 വയസ്സ് ഞങ്ങൾ കൊണ്ടുവരണം, പിന്നീട് കൊണ്ടുവന്നാൽ ബ്രെയിന് വരില്ല എന്നൊക്കെ. പക്ഷെ ഇതിൽ കാണുന്ന ചില അമ്മമാരെങ്കിലും ഉണ്ടാവും, അവരുടെ കൊച്ചിന് 3 വയസ്സ് കഴിഞ്ഞു പോയി, എന്ത് ചെയ്യാൻ, അവർ സങ്കടപ്പെടുന്നുണ്ട്. അവർക്കിനി എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു വലിയ ചോദ്യമാണല്ലോ. ഞാൻ എപ്പോഴും പറഞ്ഞു വരുന്നത് ഇതാണ് പറഞ്ഞു വരുന്നത്. ഈ 3 വയസ്സെന്നുള്ളത് ക്രിട്ടിക്കലല്ല. 3, 5, 4, 5, 6 അതിനെ കുറിച്ച് വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. പക്ഷെ ഒരു 10-12 വയസ്സ് കഴിഞ്ഞ കുട്ടിയെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇപ്പോൾ ഈ വേറൊരു സംവിധാനമുണ്ട്, അതായത് കോക്ലിയർ ഇംപ്ലാന്റ് എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള, പണ്ട് അവർ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്നത് എന്തെങ്കിലും പിന്നെ സാധാരണ ഹിയറിംഗ് ഉണ്ടായിരുന്നവർ എന്തെങ്കിലും അസുഖം മൂലമോ അല്ലെങ്കിൽ വല്ല ഇത് കൊണ്ട് ഡെഫായിട്ടുള്ളവർക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് ഇപ്പോൾ കൊച്ചുകുട്ടികളിൽ ചെയ്യാൻ തുടങ്ങിയത് 3 വയസ്സിലൊക്കെ. അപ്പോഴാണ് അതിൻ്റെ ഇഫക്റ്റ് ട്രെമൻഡസ് ആയിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ നാച്ചുറൽ ഡെവലപ്മെൻറ്റ് കിട്ടുന്നവർക്ക് ലാംഗ്വേജിൽ. അപ്പോൾ ആ കുട്ടികൾക്ക് പോലും ഈ പറഞ്ഞ പോലെ 12 വയസ്സായ കുട്ടിക്ക് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്താൽ ശരിയാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുള്ളാണ്. എന്നുവെച്ചാൽ അവർക്ക് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഇത് കഴിഞ്ഞു. പിന്നെ അവർക്കുള്ള മാർഗം ഈ സ്പെഷ്യൽ സ്കൂൾ വഴി പോയിട്ട് സ്കിൽസിൽ എന്തെങ്കിലുമായിട്ട് ഡെവലപ്പ് ചെയ്ത് അവരുടെ ജീവിതമാർഗം കണ്ടെത്തണം. ഇപ്പോൾ ഡോക്ടർ ഇത്രയും നേരം പറഞ്ഞതെല്ലാം എനിക്കറിയാം ഇവർക്ക് വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ആ ഏർലി ഡിറ്റക്ഷൻ, നമ്മൾ നേരത്തെ ഈ കുട്ടിയുടെ പ്രശ്നം കണ്ടെത്താനും നമ്മളുടെ ഈഗോ മാറ്റിവെച്ച് അബദ്ധധാരണ മാറ്റിവെച്ച് ഇത്തരം ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവരാനും അത് ഡിറ്റക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഒന്ന് പ്രേക്ഷകരോട് കുറച്ചുകൂടി ശക്തമായിട്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടിക്കെന്നല്ല, നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും കുട്ടിക്ക്,
റിലേറ്റീവിൻ്റെതാകട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെതാകട്ടെ ഇതേപോലെയുള്ള ബധിരതയുടെ അംശമെങ്കിലും നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിങ്ങൾ അഡ്വൈസ് ചെയ്യണം. അതിന് നിഷ എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്.